ആഷിക FB-യിൽ വലിയ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് തള്ളി മറിക്കുന്ന പോസ്റ്റ്. അതൊരു റിയാലിറ്റി അല്ലേ സാറേ? കാരണം നമ്മൾ നല്ല കോളേജിലൊക്കെ പഠിച്ച് നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ ഭയങ്കര ബെനിഫിഷ്യൽ ആവൂലേ? കറക്റ്റാണ്. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ നല്ല നോളജുള്ള ആളാവും, നല്ല സ്ഥാപനത്തിൽ പഠിച്ച ആളായിരിക്കും. പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആളുകളുമായിട്ട് പരിചയം വേണം. പലപ്പോഴും നല്ല കോളേജുകൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തരും. പിന്നെ നമ്മളെ കരിയറിലെ ഗ്രോത്ത് ശരിക്കും കൊണ്ടുപോകുന്നത് നല്ല നെറ്റ്വർക്ക് തന്നെയാണ്. പലപ്പോഴും നമ്മളൊരു റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യുന്നു, അവരോട് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ മടിയായിരിക്കും ഒരുപാട് ആളുകൾ. പക്ഷെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പരിചയം നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഭാവിയിൽ നമ്മുടെ കമ്പനിയിൽ ക്ലയൻറ്റായി വരാൻ പോകുന്നത് അയാളാവാം, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് കരിയർ സ്വിച്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് അയാളാവാം. അപ്പോൾ അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകളായിട്ട് ഏത് ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും കോളേജ് സമയത്ത് തന്നെ നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. നമ്മളെപ്പോഴും പലപ്പോഴും കരിയറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്ന് പറയാറുണ്ട്. നമ്മുടെ നെറ്റ്വർക്കാണ് ശരിക്ക് നമ്മുടെ ടോട്ടൽ വർത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പം പഠിക്കുന്ന കുട്ടികളോടും ഗ്രാജുവേറ്റ് ആയ ആളുകളോടടക്കം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അഡ്വൈസാണ് സ്ട്രോങ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, കരിയർ സൂപ്പറായിട്ട്.